ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 35 ചെസ്റ്റ് വണ്ണമുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് ഇടുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തുണിയെ രണ്ട് മടക്കായിട്ട്, തേരുവശങ്ങൾ തമ്മിൽ രണ്ട് മടക്കായിട്ട് തുണി നിവർത്തിയിടുക. ചുളിവുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തയ്ച്ച് തുണിയുടെ അടിയിൽ നമ്മൾ ലെവൽ ചെയ്യുക തുണിയെ. അതിനുശേഷം 1/2 ഇഞ്ച് തയ്യൽ തുണി ഇറക്കം 15 അത് മാർക്ക് ചെയ്യുക. ഈ 15ൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ ചേർക്കുന്നുണ്ട്. 14.5 ലെങ്ത്ത് വരുന്നത്. അതിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും മേലെ ഇരിക്കുക. അങ്ങനെ 1 ഇഞ്ചാണ് മൊത്തം ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഷോൾഡർ കൊടുക്കുക. ഷോൾഡർ നമുക്ക് 5.25, അതായത് ചെസ്റ്റ് വണ്ണം 35ൻ്റെ 1/6 ഭാഗമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിന് ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് കൈയുടെ ലെങ്ത്തും കൊടുക്കുന്നത്. ഇനി അതിനെ നമുക്ക് മാർക്ക് ചെയ്യാം. 5.25 മാർക്ക് ചെയ്തു. അതിനെ ഒരു ബോക്സാക്കി. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം നമുക്ക് 35ആണ്. 35ന് 4 കൂട്ടി 39. 39ന് 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 9.25 അത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് നമുക്ക് 30ആണ്. 30ൻ്റെ 4/1 ഭാഗം 7.5 മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് തമ്മിൽ യോജിപ്പിക്കുക. അത് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ അകലം 2.25 ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആ 2.25 മാർക്ക് ചെയ്യുക. 2.25 നേരെ ഒരു ചതുരനാക്കണം. നമ്മുടെ ഇറക്കം വരുന്നത് 9 ഇഞ്ചാണ് നെക്കിന് ഇറക്കം വരുന്നത്. അപ്പോൾ ആ 9 ഇഞ്ചിൽ 1/4 ഇഞ്ച് കുറച്ച് 8.25 മാർക്ക് ചെയ്യുക. ആ ചതുരത്തിലാണ് നമ്മൾ റൗണ്ട് ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ചിലവർക്ക് പുറത്തേക്ക് കടത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ വൈഡ് ഇത്തിരി കൂടിപ്പോകും. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒന്നൊരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് തുണി ഇങ്ങനെ വലിച്ചൽ വരും. അപ്പോൾ നമുക്ക് ഊരി പോകാൻ ലൂസായിട്ട് നിൽക്കും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ ഒന്ന് ചിരിച്ച് കട്ട് ചെയ്യണം. ഇനി നമ്മുടെ കൈ ലെങ്ത്ത് നമ്മൾ എടുത്തേക്കുന്നത് 5.25ആണ്. അതിൻ്റെ സെൻറ്റർ കാണാം. സെൻറ്റർ കണ്ടിട്ട് ആ മൂലയിലൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/4 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ കറവ് കൊണ്ട് കൊടുക്കുക. ഈ കറവ് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ 4/1 ഭാഗത്തിൽ നിന്ന് കുറച്ചിട്ട് കിട്ടേണ്ടതാണ് നമ്മളുടെ. അപ്പോൾ 35ന് 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 8.25, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 7.25 അവിടെ കിട്ടണമെന്ന് നോക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ച് വേണം നമ്മൾ അളക്കാനായിട്ട്. 7.25 ഇങ്ങനെ പിടിച്ച് നോക്കുക. 7.25 ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി. ഇനി നമുക്ക് അതൊന്ന് നല്ല കടുപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ നമ്മുടെ തുണിയെ മറിച്ചിട്ടിട്ട് വേണം ഫ്രണ്ട് ഭാഗം വെട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരിഭാഗം ക്ലിയറാക്കി വെക്കണം. നമ്മൾ 1/4 ഇഞ്ച് തയ്ക്കാനുള്ളത് ആക്കിയിട്ട് മറ്റുള്ളത് മുറിച്ച് കളയുക. ഇനി നമ്മൾ ഈ ബ്ലൗസിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എപ്പോഴായാലും ഈ അളവുകളൊക്കെ വെച്ച് നിങ്ങൾ ആദ്യം തന്നെ ഒരു പഴയ തുണിയുമൊന്ന് തയ്ച്ച് നോക്കുക. തയ്ച്ച് നോക്കിയതിന് ശേഷം വെട്ടി തയ്ച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനത് എന്താ സംശയം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ്. എനിക്കറിയണ വിധത്തിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനൊന്നും കുഴപ്പമില്ല. എല്ലാവരും ഇതുപോലെ ബ്ലൗസുകളൊക്കെ അവരാരും തയ്ച്ചിടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇനി നമ്മൾ അളവുകളിൻ്റെ അവിടെയൊക്കെ അവരെ കത്തിരി കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അളവറിയാനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനെല്ലാം വരച്ച് പിന്നെ ചെയ്ത് വെക്കും. എന്നിട്ട് അപ്പുറത്തേക്ക് സൂചി കൊണ്ട് കുത്തി പോയിൻ്റ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ വരയ്ക്കുക. അപ്പോൾ അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത്. ഇനി നമുക്ക്
ഈ തേര് വശം ഒന്ന് നേരെ ലെവലാക്കി കൊടുക്കണം. അതിനെ നേരെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. തുണി നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വയറിൻ്റെ അവിടേക്കായി ഇപ്പോൾ തേര് വശം വന്നത്. ബാക്ക് വെട്ടിയപ്പോൾ നമ്മളുടെ വയറിൻ്റെ അവിടെ വന്ന് ഇറങ്ങുന്നത് വെട്ടാത്ത ഭാഗമായിരുന്നു. തിരിച്ചിടുമ്പോൾ തേര് വശം നമ്മുടെ സൈഡിലേക്ക് വരും. ഇനി അതിന് ബാക്കിനെ നമ്മൾ വെച്ച് കൊടുക്കുക. കഴുത്തിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന അകലം 2.25 2.25 കൂടെ 1/4 ഇഞ്ച് കൂട്ടി 3 ഇഞ്ച് അവിടെ അളന്ന് നോക്കുക. അവിടെ അളന്ന് നോക്കി അത് കറക്റ്റാക്കിയിട്ട് വേണം ബാക്കിലേക്ക് വയ്ക്കാൻ, ബാക്കൊക്കെ ശരിയാക്കി വയ്ക്കാൻ. ഇനി 1.5 ഇഞ്ച് ബാക്കിനേലും ഇറക്കം കൂടുതലായിരിക്കണം ഫ്രണ്ടിന്. അത് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും മേലേക്ക് ഒരു 4.25 മാർക്ക് ചെയ്യുക. 2 സൈഡിലും 4.25 മാർക്ക് ചെയ്യുക. ആ 4.25 നമ്മൾ ടക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ക്രോസിൽ വരച്ചെടുക്കുക. ഇനി ഷോൾഡറിൻ്റെ അവിടെ 3.25 കറക്റ്റാക്കിയതിന് ശേഷം ബാക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് ഇറക്കം എത്രയാണോ അത് മാർക്ക് ചെയ്യുക. 6.5 ഫ്രണ്ട് നെക്കിന് എടുക്കുന്നത്. അപ്പോൾ 6.5 മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നെക്ക് വെട്ടിയെടുക്കുക. അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളെല്ലാം വെട്ടി എടുക്കുക. ഇതാണ് നമ്മുടെ പട്ടയുടെ ഭാഗം. അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള പീസ് നേരെയാക്കി വെട്ടിക്കളയണം. ഇനി കഴുത്ത് വെട്ടി എല്ലാ അളവുകളും അതുപോലെ വരച്ച വേണം തന്നെ വരച്ചതിനെ തന്നെ മുറിച്ചെടുക്കുക. ഇനി ബാക്കിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിൻ്റെ അളവിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തോളണം കേട്ടോ. അതൊന്നും മറക്കരിക്കുക. അല്ലെങ്കിൽ ബാക്ക് ഫ്രണ്ട് നമ്മൾ 2 ഇതായി നിന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ പോയിൻറ്റുകളൊക്കെ മാർക്ക് ചെയ്തിട്ടോളണം. ഇനി നമ്മൾ ആ മൂലയിൽ ഒരു 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടണം. ഇനി അതെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് മാറ്റി നമ്മളുടെ ആ 4.25 മാർക്ക് ചെയ്യുക. അതിനെ വരച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് 10.5 നമുക്ക് ആവശ്യം. ആ 10.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ. അങ്ങനെ മൊത്തം 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ടക്കിൻ്റെ വിടുത്ത് വരുന്നത് 4.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. 4.25 മാർക്ക് ചെയ്തിട്ട് നേരെ അടിയിലേക്ക് ഒരു വര വരച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ വരച്ചില്ലേ അതിൻ്റെ 4.25 പോയിൻ്റിൽ അവിടെ നിന്ന് താഴേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ആ 4.25 2 അറ്റത്തേക്കും തമ്മിൽ ക്രോസിലേക്ക് കൊണ്ടുപോയി അത് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബാക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ 7.5 അതേ കൂടെ 1/4 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി മാർക്ക് ചെയ്യുക. എന്നിട്ടത് ചെരിച്ച് വെട്ടിയിട്ട് വേണം, ക്രോസിൽ വേണം വെട്ടാനായിട്ട്. അല്ലാതെ നേരെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി തികയില്ല. അപ്പോൾ ക്രോസിലത് വെട്ടി മാറ്റുക. ഇതിന് വെട്ടി മാറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ എല്ലാ അളവുകളും നമുക്ക് മാർക്ക് ടക്കുകളുടെ അളവുകളൊക്കെ പോയിൻ്റ് ചെയ്യണം. നമ്മുടെ ടക്കിൻ്റെ വീതി പറയുന്നത് 1.5 ഇഞ്ചാണ്. ആ 3 ഇഞ്ചാണ് കൊടുത്താറുന്നത്. അത് 1.5 വെച്ച് 2 സൈഡിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ടക്കിനെ തമ്മിൽ വരച്ച് കൊടുക്കുക.
മേലേക്ക് ഞാൻ ഈ ടക്കിൻ്റെ ഇത് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടക്ക് നമുക്ക് കൈക്കുഴിയുടെ അടുത്ത ടക്ക് നമ്മൾ മാർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ വരച്ചേക്കണത്. അവിടെ നമുക്കൊരു 2.5 കൊടുക്കുക. സൈഡിലേക്ക് നമുക്ക് 1.5 കൊടുക്കുക. 1.25 മാർക്ക് ചെയ്തിട്ട് ടക്ക് 1/4 ഇഞ്ച് വീതം 2 സൈഡിൽ നിന്നും അടിക്കാനായിട്ട് എടുക്കുക. അങ്ങനെ 3 ടക്കുകളിൽ നമ്മൾ അളവെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് താഴെ നിന്ന് ഒരു 3/4 ഇഞ്ച് ചെരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കൊടുക്കണം. 2 സൈഡിലും വെട്ടണം. 3/4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. ഇനി ആ 3/4 ഇഞ്ചിലേക്ക് ക്രോസിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ടക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് കഴുത്തിൻ്റെ വിരിവ് വെട്ടിക്കളയണം, അല്ലെങ്കിൽ കണ്ണമാനം വിരിവാകും. അപ്പോൾ ആ ഇതും കൂടി കട്ട് ചെയ്ത് നമുക്ക് കൈക്കുഴിയുടെ അവിടെ 3/4 ഇഞ്ച് കൈക്കുഴിയും കുഴിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് ഫ്രണ്ടും കൂടി വെച്ച് നോക്കുക. കട്ടിങ്ങും കൂടി വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വെച്ച് നോക്കി വെട്ടി ഓരോരുത്തരുടെ അളവുകൾ എടുക്കുക. അവരുടെ അളവ് എടുത്തിട്ട് ഇതെങ്ങനെയാണോ കട്ട് ചെയ്തേക്കണത് ആ മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അര ബ്ലൗസ് തയ്ച്ച് ഇടാനായിട്ട് പെട്ടെന്നും പറ്റും, തടസ്സങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് തരാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഒരു 1/4 ഇഞ്ച് ഒന്ന് അവിടെ കുഴിച്ച് വെട്ടണം. അതെന്തിനാണ് വെട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്ത് അവിടെ വയറൊക്കെയുള്ള ആൾക്കാർക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കുറച്ച് വെട്ടിക്കളയണത്. ഇപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞു. കട്ടിങ്ങിൻ്റെ നമ്മൾ വെട്ടിയെടുത്തിന് നമുക്ക് കൈയാണ് വെട്ടാനുള്ളത്. നമുക്ക് കൈ കട്ട് ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ തുണി 3 കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തുണീനെ ആ തുണിയെ 2 മടക്കിലേക്ക് മറിച്ചിടാം. ഇത് നമ്മുടെ കൈയുടെ ലെങ്ത്താണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോണത്. അതിന് ഈ തുണീനെ ആദ്യം ലെവലാക്കി, എന്നിട്ട് താഴെ കൈയുടെ അവിടെ കൈവണ്ണം അടിക്കാനായിട്ട് കൈവണ്ണം അടിക്കുന്ന സ്ഥലത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ അർക്കത്തിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി നമ്മളൊരു 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിനെ നേരെ വരച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കർവ്, സ്ലീവിൻ്റെ കർവ് കാണാനായിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഒരു 3.5 മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ആം ഹോൾ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 7.25 ചെരിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം കയ്യിനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് വരച്ചെടുക്കുക. ഇനി ഇതിനെ നമ്മൾ ലെവലാക്കിയതിന് ശേഷം ആ ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വണ്ണം അടി ലൂസ് നമുക്ക് വന്നേക്കണത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെരിവുള്ള സ്കെയിൽ വെച്ച് നമുക്ക് അതിനെ ഒരു ചെരിവാക്കി കൈയുടെ മസിലുള്ളവർക്ക് ലൂസാവാൻ വേണ്ടിയിട്ട്, ലൂസായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെട്ടണത്. അത് വെട്ടിയിട്ട് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുക. നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിനെ നിർത്തി 3/4 ഇഞ്ചിൽ അവിടെ പോയിൻ്റൊക്കെ ചെയ്തിട്ടുള്ള അളവുകൾ മാറിപ്പോവാതിരിക്കുകയാണ്. ഇനി ഒരു 3/4 ഇഞ്ച് ഇതിലേക്ക് തുണി ഇങ്ങോട്ട് നീക്കിയിടാം. 3/4 ഇഞ്ചിലേക്ക് നീക്കിയിട്ടിട്ട് അത് എത്ര അവിടെ വരുന്ന ആ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടാനുള്ള അളവ് കാണാം അവിടെ. അതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കൈയും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴിച്ചിട്ട് ഇപ്പോൾ കണ്ട അവിടെ തുണി പീസ് പോയത്. അപ്പോൾ നമ്മുടെ ഇത് ഫ്രണ്ടിലെ കൈയാണ്. അപ്പോൾ അതിനവിടെ മാർക്ക് ചെയ്തിടുക. ഫ്രണ്ട് കൈയാണെന്ന് അറിയാനായിട്ടത് മാർക്ക് ചെയ്തിടുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കണ്ട് തയ്ച്ചിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും